അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ്യ ബഅദ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ നിന്നും വർഷാവർഷം ഹജ്ജ് കർമ്മത്തിനായി പോകുന്ന ഹാജിമാർക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ ഹജ്ജിൻ്റെ രൂപം വളരെ സംക്ഷിപ്തവും ലളിതവുമായി പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. സാധാരണ നിലക്ക് നമ്മൾ മുത്തമത്തിയായി അഥവാ ആദ്യം ഉംറ നിർവഹിച്ച് പിന്നീട് ഹജ്ജ് നിർവഹിക്കുന്ന രീതിയാണ് ചെയ്യാറുള്ളത് എന്നതിനാൽ ആ രീതിയാണ് ഇവിടെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ ഉതകുന്ന രൂപത്തിൽ വിശദീകരിക്കുന്നത്. ആദ്യം ഉംറ നിർവഹിക്കുക, ശേഷം ദുൽഹിജ്ജ 8 ഹജ്ജിന് ഹാജി നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ഇഹ്റാം കെട്ടി മിനയിലേക്ക് പോവുക. അവിടെ വെച്ച് ലുഹർ, അസർ, മഗ്രിബ്, ഇഷ, ഫജ്ർ ഈ നമസ്കാരങ്ങൾ അതാത് നമസ്കാരങ്ങളുടെ സമയത്തായി തന്നെ 4 റക്അത്തുള്ളവ കസറാക്കി നമസ്കരിക്കുക. ദുൽഹിജ്ജ 9 സൂര്യോദയത്തിന് ശേഷം അറഫയിലേക്ക് നീങ്ങുക. അവിടെ വെച്ച് ലുഹറും അസറും ഒരുമിച്ച് ജമ്മും കസറുമായി നമസ്കരിക്കുക. സൂര്യാസ്തമയത്തിന് ശേഷം മുസ്ദലിഫിലേക്ക് പോവുക. അവിടെ വെച്ച് മഗ്രിബും ഇശയും ജംറും കസറുമാക്കി നമസ്കരിക്കുക. അന്ന് മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നു. ഫജ്ർ നമസ്കാര ശേഷം പിന്നീട് ഹാജിമാർ മിനയിലേക്ക് പോകുന്നു. അതായത് ദുൽഹിജ്ജ 10 പെരുന്നാൾ ദിവസം മുസ്ദലിഫയിൽ നിന്നും ഫജ്ർ നമസ്കരിച്ച് മിനയിലേക്ക് പോകുന്നു. അവിടെ അവസാനത്തെ ജംറ അഥവാ ജംറത്തുൽ അഖബക്ക് കല്ലെറിയുന്നു. ശേഷം ബലിയറുക്കുന്നു. ശേഷം മുടി മുണ്ടനം ചെയ്യുന്നു, അല്ലെങ്കിൽ മുറിക്കുന്നു. ശേഷം വസ്ത്രം മാറി സുഗന്ധം പൂശി മക്കയിലേക്ക് തുവാഫിനും സൈനുമായി പോകുന്നു. അത് നിർവഹിച്ചാൽ പൂർണ്ണമായും അവൻ തഹല്ലുലായി. ശേഷം വീണ്ടും മിനയിൽ 2 ദിവസം രാപ്പാർത്ത് ഓരോ ദിവസവും 3 ജംറകൾക്കും കല്ലെറിയുന്നു. 13-ാം ദിവസം ഏറ് പൂർത്തിയാക്കാൻ നിൽക്കുകയോ അല്ലെങ്കിൽ അവന് മടങ്ങുകയോ ചെയ്യാം. ദുൽഹിജ്ജ 12 സൂര്യാസ്തമയം വരെ മിനയിൽ മനഃപൂർവ്വം നിൽക്കുന്നവർക്ക് 13-ാം ദിവസത്തെ ഏറും നിർബന്ധമാണ്. അവർ 13-ാം ദിവസവും ഏറ് കഴിഞ്ഞിട്ട് പോകാവൂ. ശേഷം അവസാനമായി എപ്പോഴാണോ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നത് അതിന് മുന്നോടിയായി വിടപറലിൻ്റെ തവാഫ് ചെയ്യണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ അവസാന ബന്ധം കഅബയായിട്ടല്ലാതെ ഒരാളും തന്നെ പോകരുത്. എന്നാൽ ആർത്തവകാരികളായ സ്ത്രീകൾക്ക് വിടപറയൽ തവാഫിൽ ഇളവുണ്ട്. അവർക്ക് വിദായിൻ്റെ തവാഫ് ചെയ്യേണ്ടതില്ല. ആർത്തവകാരികളായിരിക്കെ തവാഫ് ചെയ്യാൻ പാടില്ലല്ലോ. എല്ലാ സമയവും പ്രാർത്ഥന നിർഭരവും ദിക്റുകളും ദുആകളുമായി തൻ്റെ സമയം ധന്യമാക്കാൻ ഹാജി ശ്രമിക്കേണ്ടതുണ്ട്. തൻ്റെ ഹജ്ജ് കർമ്മം വളരെ മുത്തമത്തിയായി ഹജ്ജ് ചെയ്യുന്ന ഒരു ഹാജി ഈ രൂപത്തിൽ പ്രവാചക ചര്യ അനുസരിച്ച് എങ്ങനെ തൻ്റെ ഉംറയും ഹജ്ജും നിർവഹിക്കാമെന്ന് സംക്ഷിപ്തമായാണ് ഇവിടെ വിശദീകരിച്ചത്. ഹജ്ജിൻ്റെ രൂപം പൂർണ്ണമായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അത് പഠിക്കുവാനും ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ഹജ്ജും ഉംറയുമെല്ലാം മക്ബൂലും മബ്രൂറുമായ ഹജ്ജായി മാറ്റുവാൻ നാം പരിശ്രമിക്കുക. അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു കാണിച്ച തന്ന രീതിയിൽ ഹജ്ജ് ചെയ്യുമ്പോഴേ അവൻ്റെ ഹജ്ജ് ഒരു പരിപൂർണമായ ഹജ്ജായി മാറുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖുദു അന്നി മനാസികക്കും, ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന്
കണ്ടു പഠിക്കുക എന്ന്. അപ്പോൾ പ്രവാചകൻ ഹജ്ജ് ചെയ്ത രീതിയിൽ ഹജ്ജ് ചെയ്യുവാൻ, അങ്ങനെ ഒരു ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ ഹജ്ജ് ചെയ്ത് മടങ്ങി വരുവാൻ ഹാജിമാർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.